പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കൂക്കിയും കയ്യടിയും ചർച്ച ചെയ്യുന്നത് ഒരു സാംസ്കാരിക മാലിന്യത്തെക്കുറിച്ചാണ്. കേരളം ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാംസ്കാരിക മാലിന്യം. കതർ ധരിച്ച് സംഘപരിവാർ ബോധം തൻ്റെ തലയിലും തൻ്റെ നെഞ്ചിലും ഒളിപ്പിച്ച് കടത്തുന്ന അഖിൽ മാരാർ എന്ന സാംസ്കാരിക മാലിന്യം. ഈ സാംസ്കാരിക മാലിന്യത്തെ പ്രൊഡക്റ്റ് ചെയ്ത് വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളുടെ പരിപാടികളിൽ ഏറ്റവും വൾഗാരിറ്റി നിറഞ്ഞതും അശ്ലീലം നിറഞ്ഞതും അരോചകവും വെറുപ്പിക്കലിൻ്റെ വൃത്തികെട്ട പ്രോഗ്രാമായ ബിഗ് ബോസിന് നടുവിരൽ നമസ്കാരം. ഇങ്ങനെ ഒരു മഹാനെ സമ്മാനിച്ച ഏഷ്യാനെറ്റിലെ മാധവനോടും ഏഷ്യാനെറ്റ് ബിഗ് ബോസിൻ്റെ ഡയറക്ടറോടൊക്കെ മലയാളിക്ക് അഗൈധവമായ നന്ദിയുണ്ട്. കാരണം നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് എന്തറിയോ, മാധവേട്ടൻ എൻ്റെ നാട്ടുകാരനാണ്. എൻ്റെ വീട് കൈനാട്ടിയാണ്, മാധവേട്ടൻ്റെ വീട് ചോറോട് ആ ഭാഗത്താണ്. മാധവേട്ടൻ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ടീമിനോട് നന്ദി എന്ന് പറഞ്ഞത് മഹാബുദ്ധിജീവികളെയാണ് ബിഗ് ബോസ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൊഫസർ എം വിജയ മാഷ പോലെ, ഡോക്ടർ സുകുമാർ അയ്യക്കോടിനെ പോലെ മഹാന്മാരാണ്. ഇവനൊക്കെ പെരുന്തല മട്ടലെടുത്തിട്ട് അടിക്കേണ്ട സമയം കഴിഞ്ഞു. ഇവൻ്റെ ഒരു ധാരണ എന്താ അറിയുക, ഇവനാണ് വലിയ ഭയങ്കര ബുദ്ധിജീവി. ഇവൻ ചാനൽ ഡിസ്കഷനിൽ ഇവന് മൊത്തം ഞാനെന്നൊരു ഭാവം. ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ മൂപ്പർക്ക് പുച്ഛാണ്, ഇവിടുത്തെ ഭരണകൂടത്തെ മൂപ്പർക്ക് പുച്ഛാണ്. എന്നാലോ സംഘപരിവാറിനെതിരെ ഒരക്ഷരം ഇട്ട് ഈ പോട്ടൻ അനങ്ങുകയില്ല, ഒരക്ഷരം പറയില്ല. ഇവിടുത്തെ നവോത്ഥാന കാലഘട്ടത്തിൽ ഒരുപാട് പിണറായി വിജയനോട് നമുക്കൊക്കെ വിയോജിപ്പുണ്ടാകാം, പക്ഷേ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു ആശയമാണ്. ആ ആശയത്തെക്കുറിച്ച് പഠിക്കണം. അത് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്ത ആശയമാണ്. ബഹുസ്വരത ഉണ്ടാക്കാൻ വേണ്ടി പാടുപെട്ട ആശയമാണ്. ആശയം നല്ലതാ. പിണറായി വിജയ അബദ്ധമായി പോയിന്നേ ഉള്ളൂ, അത് നവരാജാവാണ്. ആ ആശയത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ മാരാറ് മനസ്സിലാക്കേണ്ടത്, മാരാറ് വലിയൊരു ബുദ്ധിജീവിയാന്നുള്ള നിലയിൽ തന്നോട് വന്നിട്ട് സംസാരിക്കുന്ന ന്യൂസ് അവറിൽ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യുന്ന മഹാബുദ്ധിജീവികളെ താങ്കൾ അടിച്ചു പരത്തി അവരെ നിലംപരിശാക്കി തൻ്റെ ബുദ്ധിയുടെ കൂർമ്മത കൊണ്ട് അവരെയൊക്കെ ഇങ്ങനെ തകർത്ത് തരിപ്പണാക്കി എന്നൊക്കെ താങ്കൾ പറയുന്നത് എന്ത് കോണത്തിലെ പരിപ്പറോ, എന്ത് കോണം. താങ്കളൊരു കതറിടൂ. ആ കതറിട്ടിട്ട് പരിശുദ്ധമാക്കപ്പെട്ട കതർ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ, ആശയത്തെ അതാൾ സംഘപരിവാർ ബോധം കൊണ്ട് തീർക്കുന്നത് താങ്കളൊരു കതർ ധരിച്ച സംഖ്യയാണെന്ന് ഞാൻ ഉറക്കെ പറയും. താങ്കൾ കോടതി പോയിട്ട് എൻ്റെ പേരിൽ കേസ് കൊടുക്കുക. യഥാർത്ഥത്തിൽ അഖിൽ മാരാറുടെ ഒരു ഐഡൻറ്റിറ്റി എന്താണ്? താങ്കൾ ആരാണ്? താങ്കളൊരു ബുദ്ധിജീവിയാണോ? താങ്കളൊരു സാംസ്കാരിക പ്രവർത്തകനാണോ? രാഷ്ട്രീയ പ്രവർത്തകനാണോ? താങ്കൾ എങ്ങനെയാണ് സെലിബ്രിറ്റി ആയത് എന്ന് മലയാളികൾക്കറിയാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ കൂതറ പരിപാടിയിലൂടെയാണ്. ബിഗ് ബോസ് വളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സ്ത്രീകൾ ലോകാത്ഭുതങ്ങളിലൊന്നാണ്. വളരെ മാന്യമായി, ലളിതമായി, ലാളിത്യത്വത്തോടെ, അത്യാവശ്യം എന്താ പറയുക, നാണമുള്ള സ്ത്രീകൾ അവരാണ്. അവരെ ഒരു ഫ്ലോറിലിരുത്തി വളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ബിഗ് ബോസ് ഉണ്ടാക്കിയെടുത്ത ഒരു സാംസ്കാരിക പാപ്പരത്വത്തിൻ്റെ, സാംസ്കാരിക പൊട്ടത്തരത്തിൻ്റെ, സാംസ്കാരിക വിസർജനത്തിൻ്റെ, സാംസ്കാരിക ബോധമില്ലായ്മയുടെ ഒരു പശുക്കുട്ടിയാണല്ലോ താങ്കൾ, സംഘപരിവാർ പശുക്കുട്ടി. ചാനലൊക്കെ വന്നിരുന്നിട്ട് ഞാനൊരു സെലിബ്രിറ്റി, എനിക്ക് ഇത്ര പൈസ കിട്ടി, പണം വരും പോകും, അഹങ്കരിക്കരുത്. താങ്കൾ ബോച്ചയൊക്കെ കണ്ടു പഠിക്ക്, തെരുവിലിറങ്ങ്, വെയിൽ കൊള്ളു, ശീതീകരിക്കപ്പെട്ട AC മുറിയിൽ 35 റുപ്യേൻ്റെ പൗഡർ ഇട്ടിട്ട് കതറ് മുക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ കോൺഗ്രസ് ആണോ, ഞാൻ സംഘപരിവാറാണോ, ഞാൻ DYFI ആണോ എന്ന് എനിക്ക് തന്നെ തിരിയാത്ത തരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ വേറെ ഒരു തരത്തിൽ നീ പറഞ്ഞു 9 കേസുകൾ നിർമ്മിക്കപ്പെട്ട ആളാണ് ഞാൻ, പിണറായി വിജയനെ തെറി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ. പിണറായി വിജയനെ തെറി പറഞ്ഞു എൻ്റെ പേരിൽ 9 കേസുണ്ട്, ഞാനാണ് മഹാൻ. മോനെ, കേരളത്തിൽ CPM ഫാസിസത്തിനെതിരെ 51 വെട്ടുകൾക്കെതിരെ TP 51 എന്ന സിനിമ എടുത്തിട്ട് പിണറായി വിജയനോട് താൻ ഫാസിസ്റ്റാണ്, താനാണ് TP ചന്ദ്രശേഖരനെ കൊന്നു എന്ന് യൂട്യൂബിലൂടെയും ലോകമലയാളി മൈക്കിലൂടെ പ്രസംഗിച്ച് നടന്ന ആളാണ് ഞാൻ. എൻ്റെ പേരിലൊരു കേസും വന്നിട്ടില്ലല്ലോ. എൻ്റെ പേരിൽ എന്ത് പുല്ല് കേസാണ് ഉള്ളത്?
നമ്മളെ അരോചകപ്പെടുത്തുന്ന, നമ്മളെ ഇക്കിളിപ്പെടുത്തുന്ന, വളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മഹാ അരോചകവാദികളായ ഒരു കൂട്ടം ആളുകൾ ഒരു ടെക്നീഷ്യന്മാരാന്ന് പറഞ്ഞിട്ട് പണം ഉണ്ടെങ്കിൽ ബിഗ് ബോസ് പോലത്തെ എന്തും ആർക്കും നിർമ്മിക്കുക. അത് കേരളീയ സംസ്കൃതിയിൽ, കേരളീയ നിർമ്മിതിയിൽ, കേരളീയ പൊതുസമൂഹത്തിൽ, കേരളീയ ബോധമണ്ഡലങ്ങളിൽ, കേരളത്തിൻ്റെ അടുക്കളകളിൽ ഒരു ചലനം ഉണ്ടാക്കില്ല. അതൊരു മഹാബോറാണ്. ആ ബോറം പരിപാടി ഉണ്ടാക്കിയ താങ്കളെപ്പോലത്തെ ഓരോരുത്തരെ പടച്ചു വിടുന്നുണ്ടല്ലോ, സാംസ്കാരിക ജീർണത ബാധിച്ച ഓരോ ആളുകൾ ഈ തെരുവിൽ നിന്ന് കാണാൻ സെലിബ്രേറ്റിയാണ്. തെരുവിലിറങ്ങണോ ബോച്ചയെ പോലെ ആളുകൾക്ക് വേണ്ടി, നല്ല മതേതരത്വത്തിന് വേണ്ടി, നല്ല സുമനസ്സുകൾക്ക് വേണ്ടി, കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി താങ്കൾക്ക് കിട്ടുന്ന പണം അതിനുവേണ്ടി ഉപയോഗിക്കുക. അല്ലാതെ ഇവിടെ ഞാൻ ആടെ പ്രസംഗിച്ച് എൻ്റെ വലിയ കേസ് ഞാൻ സിനിമ ഉണ്ടാക്കി. എന്ത് സിനിമ? പൊട്ട സിനിമയോ? എന്ത് സിനിമ? പൊട്ട സിനിമയോ? ആര് ചർച്ച ചെയ്യപ്പെട്ടു ആ സിനിമ? അതുകൊണ്ട് താങ്കൾ ഇനി ഞാനാണ് ഞാൻ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് കതറിൻ്റെ ഉള്ളിൽ ഈ വിഷം പുരട്ടിയ സംഘപരിവാർ ബോധവും കൊണ്ട് ഇനി വരാൻ ശ്രമിക്കരുത്. വൃത്തിയുള്ള കയ്യടി ഏറ്റുവാങ്ങിക്കോ. വൃത്തിയുള്ള കയ്യടിയല്ല താങ്കൾ ഏറ്റുവാങ്ങുന്നത്. ഞങ്ങൾ കയ്യടി കൊടുത്തിട്ടുണ്ട് പലർക്കും. പക്ഷെ കൂക്കി, നിലവിളി കൂക്കി, അരോചകമാകുന്ന കൂക്കി, അഖിൽമാരാർക്കൊരു കൂക്കി.